ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് സ്ത്രീകളോടാണ്. നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി കടാക്ഷമുണ്ടാവാൻ, നമ്മൾ സ്ത്രീകളിൽ മഹാലക്ഷ്മി വസിക്കാൻ, മഹാലക്ഷ്മിയുടെ തേജസ്സും ഐശ്വര്യവുമൊക്കെ നമ്മളിൽ ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്. പുരുഷന്മാർ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്ന് വെച്ചാൽ, പുരുഷന്മാർക്ക് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നല്ല, പക്ഷേ ഒരു വീടിൻ്റെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകളാണ്. അപ്പം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആവോളം ആ വീട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ വേണം മുൻകൈ എടുക്കാൻ. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ. ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആവും, എന്നാൽ പോലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതെല്ലാവർക്കും പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആദ്യം തന്നെ അഷ്ടമംഗള വസ്തുക്കളെക്കുറിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചാൽ മഹാലക്ഷ്മിയുടെ കടാക്ഷം നമുക്ക് ലഭിക്കും എന്നുള്ളത്. അതേപോലെ തന്നെ മഹാലക്ഷ്മി വളരെ ഇഷ്ടത്തോടെ വസിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളും നമ്മൾ പരിപാവനമായി കൊണ്ടുപോയാൽ നമ്മളിൽ മഹാലക്ഷ്മി വാസം ഉറപ്പാണ്. നമ്മുടെ ജാതകം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ചിലപ്പം ദരിദ്ര യോഗമുള്ള ജാതകമാവാം, പണം നിൽക്കില്ലായിരിക്കാം, സ്വർണം നിൽക്കില്ലായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് വന്നാൽ തീർച്ചയായും ഒരു 6 മാസം കൊണ്ടൊരു മാറ്റമുണ്ടാവും. ഞാൻ ഈ 6 മാസ കണക്ക് പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ 1 രൂപ പോലും എടുക്കാൻ പറ്റാതെ ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവർ തുടർച്ചയായി ഒരു 6 മാസം ഇത് ഫോളോ ചെയ്യുക. അങ്ങനെ അല്ലാത്തവർ, ഇപ്പോൾ ഒരുപാട് ധനം കയ്യിൽ വന്നിട്ടും ധനം നിലനിൽക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവർ ഏകദേശം ഒരു 2 മാസം ഇത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ അവർക്കിതിൻ്റെ വ്യത്യാസം അനുഭവിച്ചറിയും. ഈ വ്യത്യാസം അനുഭവിച്ചറിഞ്ഞ് നിങ്ങൾക്ക് ഒരുമാതിരി ധനമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് നിർത്താൻ പാടില്ല. നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പഴയ അവസ്ഥയിലോട്ട് പോകും. കാരണം മഹാലക്ഷ്മി ചഞ്ചലയാണ്, ഒരിടത്ത് ഒരിക്കലും സ്ഥിരമായി നിൽക്കില്ല. അങ്ങനെയുള്ളപ്പം നമുക്ക് മഹാലക്ഷ്മിയുടെ കടാക്ഷം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യണം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ത്യാഗമനോഭാവമുള്ള ജീവരാശികളെ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ത്യാഗമനോഭാവമുള്ള ജീവരാശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു, ആന. പശു നമുക്കറിയാം, പശുവിൽ നിന്ന് ഉണ്ടാകുന്ന പാല് നമ്മൾ മനുഷ്യർക്ക് തരുന്നു, അതൊരു ത്യാഗമാണ്. അതേപോലെ ആനകൾ, കാട്ടിൽ വളർത്തുന്ന ആനകളല്ല, നാട്ടിൽ വളർത്തുന്ന, ക്ഷേത്രങ്ങളിൽ വളർത്തുന്ന ആനകൾ, സ്വൈര്യവിഹാരമായി അവരെ സ്വാതന്ത്ര്യത്തോടു കൂടി സഞ്ചരിച്ചിരുന്ന, അതിൽ നിന്നും നമ്മളവരെ നമ്മുടെ നാട്ടിലെ ദേവന് വേണ്ടിയിട്ട്, ആ ദേവനെ എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. അതായത് ആ ആന സ്വയമേവ ആ ദേവന് സമർപ്പിക്കുകയാണ്. അപ്പം ആ ആനയും ആ ദേവനും ഒന്ന് തന്നെയാണ് ആ ക്ഷേത്രത്തിൽ. അതിപ്പം ഏത് മൂർത്തിയായാലും. ഇപ്പം ത്യാഗമനോഭാവമുള്ള പശുക്കൾ നമ്മൾ എങ്ങനെ പൂജിക്കണം, ഞാൻ ഓൾറെഡി രേവതി, ഉത്രട്ടാതി, പുരുരുട്ടാതി നക്ഷത്രങ്ങളിൽ പൂജിക്കുന്ന രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ നക്ഷത്രങ്ങളിൽ, ഇപ്പം നിങ്ങളുടെ വീടിനടുത്ത് ക്ഷേത്രങ്ങളിൽ പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ അവിടെ പോകുമ്പോഴൊക്കെ പശുവിൻ്റെ പിൻഭാഗത്ത് അവിടെ തൊഴുത് എന്തെങ്കിലും ഒന്ന് ആ പശുവിനായിട്ട് നമ്മൾ സമർപ്പിച്ചിട്ട് വരണം. ഇത് എല്ലാ ദിവസവും പറ്റുന്നവർ, ആഴ്ചയിൽ 2-3 ദിവസം പറ്റുന്നവരൊക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യാൻ ശ്രമിക്കണം. ഇനി വീടിനടുത്ത് പശുത്തൊഴുത്തില്ല, ക്ഷേത്രങ്ങളിലില്ല, അബ്രോഡ് താമസിക്കുന്നവരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പശുവിൻ്റെ ഒരു ചെറിയ പ്രതിമയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഇതേപോലെ പൂജിക്കണമെന്നുള്ളത്. എല്ലാ ദിവസവും ആ പശുവിൻ്റെ പിൻഭാഗത്ത് തൊഴുത് പ്രാർത്ഥിക്കണം. ജീവനില്ലാത്തൊരു പശുവാണെങ്കിൽ പോലും നമ്മൾ ജീവനുള്ള പശുവിൽ ചെയ്യുന്ന പൂജയുടെ ഒരു 50% ഫലം ആ ഒരു സ്റ്റാച്യുവിൽ നമ്മൾ ചെയ്യുമ്പം കിട്ടും. നമ്മളത് യഥാർത്ഥമായിട്ടുള്ള ഗോമാതാവാണെന്ന് വിശ്വസിച്ച് വേണം ചെയ്യാൻ. നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ ദേവന്മാരാദ്യം കണി കാണുന്നത് പശുവിനെയാണ്. പ്രത്യേകിച്ച് കൃഷ്ണക്ഷേത്രങ്ങളിൽ, മൂകാംബിക ക്ഷേത്രത്തിലാണെങ്കിലും ദേവി ആദ്യം കാണുന്നത് പശുക്കിടാവിനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സനാതനധർമ്മത്തിൽ പശുവിനുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, പണ്ടുകാലത്ത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്, ദേവന്മാരും ഋഷിമാരുമൊക്കെ ഭൂമിയിൽ അവർക്കൊരു ഇടം വേണം എന്ന് വിചാരിച്ച് ഭൂമി നോക്കി വന്ന സമയത്ത് പശുക്കളാണ് അവർക്കതിന് ഏറ്റവും ഉത്തമമെന്ന് കണ്ടെത്തി പശുക്കളിൽ ദേവന്മാർ വസിച്ചുവെന്നാണ്.
അതായത് 33 ദൈവങ്ങളും ഈ ഒരു പശുവിൽ വസിക്കുന്നു. അതിൽ തന്നെ മഹാലക്ഷ്മി പശുവിൻ്റെ പിൻഭാഗത്താണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിൻഭാഗം നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അവിടെ തൊട്ട് കഴിയുമ്പം സാക്ഷാൽ മഹാലക്ഷ്മിയെ തൊട്ട് കഴിയുന്ന ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുമാത്രവുമല്ല, പശുവിൻ്റെ വാലിലും പശുവിൻ്റെ കുളമ്പിലും നമ്മൾ മഞ്ഞൾ തേച്ച് പിടിപ്പിച്ചാൽ സർവ്വ പാപ വിമോചനമാണ് നമുക്ക് ഫലമായിട്ട് പറയുന്നത്. അതുമാത്രവുമല്ല, പശുദാനം എന്ന് പറയുന്നതും വളരെ വളരെ മഹത്തരമാണ്. ഈ 33 ദൈവങ്ങളും പശുവിൽ വസിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പശുവിനെ നമ്മളൊന്ന് തൊട്ട് തൊഴുതാൽ, അല്ലെങ്കിൽ പശുവിൻ്റെ മുൻപിൽ പോയി നമ്മളൊന്ന് കൈകൂപ്പിയാൽ 33 ദൈവങ്ങൾക്ക് മുൻപിലും കൈകൂപ്പിയാൽ അല്ലെങ്കിൽ അവർക്ക് പൂജ ചെയ്ത ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കണം. അടുത്തതായി ആനയാണ്. ആന ഇപ്പം നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റില്ല. ക്ഷേത്രങ്ങളിൽ പോകുമ്പം അവിടെ ആനയുണ്ടെങ്കിൽ തീർച്ചയായും ആനയ്ക്ക് തൊട്ട് തൊഴണം. ആനയ്ക്ക് നമുക്ക് കരിമ്പും ശർക്കരയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. ഗോപ്രീതി എന്ന് പറയുന്ന ഒരു പൂജയുണ്ട് ഗുരുവായൂരിൽ. പറ്റുന്ന സമയത്തൊക്കെ 250 രൂപ അടുത്തെങ്ങാണ്ടേ ഉള്ളൂ. പറ്റുമ്പോഴൊക്കെ നിങ്ങൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു നെറ്റിപ്പട്ടം വാങ്ങിച്ചു വെക്കണം. അതിൻ്റെ വലിപ്പം ഒന്നും ഒരു കാര്യമല്ല, വളരെ വലിപ്പമുള്ളത് നല്ലതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒരുവിധം വലുതായിട്ടുള്ള ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു നെറ്റിപ്പട്ടം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവണം. കാരണം ആനയുടെ മുഖത്തിലാണ് സാക്ഷാൽ മഹാലക്ഷ്മി വസിക്കുന്നത്. അവിടെയാണ് ഈ നെറ്റിപ്പട്ടം നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നെറ്റിപ്പട്ടം മേടിച്ച് വെക്കുന്നത് തീർച്ചയായും മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് പാത്രമാവുന്ന കാര്യം തന്നെയാണ്. അതുമാത്രവുമല്ല, രാജാക്കുറിയാണ് ആനയെന്നാണ് പറയുന്നത്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ കൊട്ടാരങ്ങളിലാണ് കൂടുതലായിട്ടും ആനയെ താമസിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആന നെറ്റിപ്പട്ടം തീർച്ചയായും വീട്ടിൽ വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെയുള്ള മറ്റൊന്നാണ് നല്ല മണമുള്ള പൂക്കൾ. പ്രത്യേകിച്ച് ജാതിമല്ലി, പാരിജാതം, മുല്ലപ്പൂവ്, ചെമ്പകപ്പൂവ് ഇവയൊക്കെ മഹാലക്ഷ്മി വാസം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഈ പറഞ്ഞതിൽ എല്ലാം വളർത്താൻ പറ്റുമെങ്കിൽ എല്ലാം, അങ്ങനെ അല്ലെങ്കിൽ ഇതിലേതാണോ നമ്മൾക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നത് അത് വളർത്തുകയും അതിൽ പൂവിടുമ്പോൾ അത് മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കാനും എല്ലാവരും ശ്രമിക്കണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഹോമ പുകയാണ്. നമ്മൾ വീട്ടിൽ ഗണപതി ഹോമമൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ പുക നല്ല മണമാണ്. അതിൽ നറും നെയ്യ് കൊണ്ടുള്ള ഹോമം. അപ്പോൾ അതിൽ മഹാലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ശ്രീസൂക്ത പൂജയുണ്ട്. ശ്രീസൂക്ത ഹോമം നെയ്യും അഗ്നിയിൽ ഒഴിച്ചിട്ടുള്ള ഒരു ഹോമമാണത്. നമുക്കത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഹോമം വളരെയധികം മഹാലക്ഷ്മിക്ക് പ്രിയമാണ്. അപ്പം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വീട്ടിൽ ഈ സാമ്പ്രാണി പുക കാണിക്കണം. സാമ്പ്രാണി പുക കാണിച്ചിട്ട് ശ്രീസൂക്തം വീട്ടിൽ പാരായണം നമ്മുടെ ഫോണിൽ പ്ലേ ചെയ്തിട്ട് സാമ്പ്രാണി പുക വീട് മുഴുവൻ കാണിക്കണം. എല്ലാ ദിവസവും സാമ്പ്രാണി പുക കാണിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായും വീട്ടിൽ സാമ്പ്രാണി പുക കാണിക്കണം. അതായത് കപ്പ് സാമ്പ്രാണിയോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ആ പൊടിയാണെങ്കിലും നമ്മൾ കാണിച്ചാൽ മതിയാവും. അത് കാണിക്കുക വഴി നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാവുകയും ചെയ്യും. അതിൽ തന്നെ മാവിൻ്റെ ഉണങ്ങിയ ചെറിയ ചെറിയ പീസ് തടികൾ കുഞ്ഞാക്കി എടുത്തിട്ട് അത് കത്തിച്ച് ആ വരുന്ന തീക്കനലിലോട്ട് നമ്മൾ ഈ സാമ്പ്രാണി പുകച്ചാൽ അത് മഹാലക്ഷ്മിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം ശുക്രഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ മാവില, മാമ്പഴം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ മാവ്, നമ്മുടെ വീട്ടിൽ മാവുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ കഷ്ണം തണ്ടൊടിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് ഉണക്കി അത് നമ്മൾ കർപ്പൂരം വല്ലതും കത്തിച്ചിട്ട് അത് കത്തിക്കുക. അപ്പോൾ ആ മാവിൻ്റെ ആ കമ്പ് നന്നായിട്ട് ജ്വലിച്ചത് കത്തി തീക്കനലാകുമ്പം അതിലോട്ട് നമ്മൾ ഈ സാമ്പ്രാണി പുകച്ചു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന വീട്ടിൽ മഹാലക്ഷ്മി ദേവി വിളയാടുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എപ്പോഴൊക്കെ മഹാലക്ഷ്മി പൂജ ചെയ്യുന്നോ അപ്പോഴൊക്കെ മാവിൻ്റെ ഇലകളും കൂവളത്തിലകളും മഹാലക്ഷ്മിക്ക് മുൻപിൽ നമ്മൾ ഉപയോഗിക്കണം.
ചൊവ്വ, വെള്ളി, പൗർണമി ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് ഞാൻ പറയാറുണ്ട് വീടിന് ഫ്രണ്ടിൽ മാവില തോരണം നമ്മൾ ചാർത്തണമെന്നുള്ളത്. അതേപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ പൂജ ചെയ്യുമ്പം ഒരു കൂവളത്തിലെങ്കിലും എടുത്ത് അതിൽ ചന്ദനം തേച്ച് മഹാലക്ഷ്മിക്ക് സമർപ്പിച്ച് ക്യാഷ് ബോക്സിൽ വെക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു വെള്ളിയാഴ്ച 16 മാവിലകൾ കോർത്തിടുക. അടുത്ത വെള്ളിയാഴ്ച ആകുമ്പം അത് മാറ്റി പുതിയ ഇലകൾ ഇടുക. നിങ്ങളുടെ വീട്ടിൽ മാവുണ്ട്, അതിൽ ഇഷ്ടംപോലെ ഇലകളുണ്ടെങ്കിൽ ചൊവ്വാഴ്ച പുതിയ 16 മാവിലകൾ നമുക്ക് തോരണം കെട്ടിയിടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന വീട്ടിലും മഹാലക്ഷ്മി വാസം എന്ന് പറയുന്നത് വളരെയധികമായിരിക്കും. കാരണം കൂവളത്തിലയിൽ മഹാലക്ഷ്മി ദേവി വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കൂവള മരത്തെ നമ്മൾ വെള്ളമൊഴിക്കുന്നതും കൂവള മരത്തിന് പ്രദക്ഷിണം ചെയ്യുന്നതും തൊട്ടു തൊഴുന്നതുമൊക്കെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത്. അതേപോലെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ്. വിളക്ക് കൊളുത്താനല്ല, നമ്മൾ തേച്ച് കുളിക്കാൻ. ദീപാവലിക്ക് എല്ലാവരും തേച്ച് കുളിക്കാറുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള നമ്മൾ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും പുരുഷന്മാരാണെങ്കിൽ ബുധൻ, ശനി ദിവസങ്ങളിലും നമ്മൾ ഇതുപോലെ നല്ലെണ്ണ തേച്ച് കുളിക്കണം. അതും സൂര്യ ഉദയത്തിന് മുൻപ് തന്നെ നമ്മൾ നല്ലെണ്ണ തേച്ച് കുളിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് പറയും ഞങ്ങൾക്ക് സൈനറ്റൈസ് ഉണ്ട്, ജലദോഷമാണ്, രാവിലെ കുളിക്കാം. അങ്ങനെയല്ല, നിങ്ങൾക്കിപ്പം എന്ത് അസുഖമുണ്ടെന്ന് പറഞ്ഞാലും നല്ലെണ്ണ തേച്ച് കുളിക്കണം. കാരണം ചെറുതായിട്ടൊന്ന് ചൂടാക്കി, ഇപ്പം രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറുതായിട്ട് നല്ലെണ്ണയൊന്ന് ചൂടാക്കി അത് മേത്ത് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അങ്ങനെ കുളിക്കുന്നവരിൽ തേജസ് രൂപത്തിൽ മഹാലക്ഷ്മി വസിക്കും എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ മുഖകാന്തി വർദ്ധിച്ചു വരും. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ശരീരത്തിൻ്റെയും മുഖത്തിൻ്റെയും കാന്തി വർദ്ധിച്ച് നിങ്ങളിൽ മഹാലക്ഷ്മി കളിയാടും. പുരുഷന്മാരിലാണെങ്കിലും അതേ രീതി തന്നെ. അപ്പോൾ വളരെ കുറച്ച് നല്ലെണ്ണ എടുത്ത് ചൂടാക്കി നമ്മൾ ശരീരത്ത് തേച്ച് ഒരു 5 മിനിറ്റ് വല്ലതും നിന്നിട്ട് കുളിച്ച് കഴിഞ്ഞാൽ അതെന്നും വേണ്ടല്ലോ, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രം മതിയാവും. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഇന്നലെ ചൊവ്വാവശ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ല ചുമന്ന ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കണം. മാതളനാരങ്ങ, ആപ്പിൾ, ബീറ്റ്റൂട്ട് ഇവ പോലെയുള്ള കാര്യങ്ങൾ. അതേപോലെ പാലിൽ കുങ്കുമപ്പൂ ഇട്ട് കുടിക്കുന്നതും കുങ്കുമപ്പൂവിട്ട വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ കൊണ്ട് വെള്ളി, പൗർണമി, മൂന്നാം പിറ പോലുള്ള ദിവസങ്ങളിൽ മുഖം കഴുകുന്നതും നമുക്ക് തേജസ് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. അപ്പം അതും എല്ലാവരും ശ്രദ്ധിക്കണം. അതേപോലെ പശുവിൻ്റെ കാലടി പതിഞ്ഞ മണ്ണ് അത് നമ്മളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നതും ലക്ഷ്മി കടാക്ഷത്തിന് കാരണമാകും. നമുക്കറിയാം സന്ധ്യാസമയം, ഗോധൂളി മുഹൂർത്തം എന്ന് പറയുന്നൊരു സമയമുണ്ട്. അഴിച്ചുവിട്ട പശുക്കളൊക്കെ തിരിച്ച് കൂടണയുന്ന സമയം. അപ്പോൾ ആ ഒരു സമയം ഭയങ്കര ഓസ്പിഷ്യസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ പശുവിൻ്റെ കാലടി പതിഞ്ഞ മണ്ണ്, സാക്ഷാൽ ലക്ഷ്മി വാസം നിറഞ്ഞ മണ്ണാണത്. അപ്പം ആ മണ്ണ് നമ്മൾ ഒരു ചെറിയ കിഴി പോലെ കെട്ടി നമ്മുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിച്ചു വെക്കുന്നതും ധനവരവിന് കാരണമാകും. ഒരിക്കലൊരു ഉത്രട്ടാതി ലക്ഷ്മി പൂജയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ വീട്ടിലോട്ട് പശുവിനെയും കുഞ്ഞിനെയും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരണമെന്നും ആ സമയത്തൊരു വെള്ളി കൊലുസ് വാങ്ങി പശുവിൻ്റെ മുൻപിലെ 2 കാലിലും ഇട്ടുകൊടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവന്ന് ആ പശുവിന് പൂജ ചെയ്ത് ആ കൊലുസുകൾ നമ്മൾ നമ്മുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിച്ചു വെച്ചാൽ നല്ല രീതിയിലുള്ള ധനവരവ് ഉണ്ടാകുമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ അത് എത്ര പേര് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. അത് കേരളത്തിലൊക്കെ പൊതുവെ ആരും ചെയ്യില്ല. പക്ഷേ കേരളത്തിന് വെളിയിലോട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം അവിടുത്തെ വീടുകളിൽ, എല്ലാ വീടുകളിലും ഉണ്ട് താനും. അതേപോലെ തന്നെ ശംഖിനെക്കുറിച്ച് ഓൾറെഡി ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുള്ളതാണ്. ശംഖ് വീട്ടിൽ വെക്കുന്നതും ലക്ഷ്മി വാസമുണ്ടാകാൻ നമ്മളെ സഹായിക്കും. പിന്നെ ചന്ദനം തേക്കുന്നത്, അത് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചന്ദനമല്ല, ഒറിജിനലായിട്ടുള്ള ചന്ദനത്തടിയുണ്ട്. അത് വാങ്ങി പനിനീര് കൊണ്ട് നമ്മൾ അത് അരച്ച് ആ ചന്ദനം കുളി കഴിഞ്ഞ് നമ്മുടെ നെറ്റിയിലും കയ്യിലെടുത്ത് 2 കൈയിലും തേച്ച് വെക്കുന്നതും വളരെ നല്ലതാണ്. കാരണം ചന്ദനത്തിൻ്റെ നറുമണം ലക്ഷ്മി ദേവി അട്രാക്റ്റ് ചെയ്യും. നമ്മൾ ബുധനാഴ്ചകളിൽ വെങ്കടേശ്വര പൂജ ചെയ്യാറുണ്ട് ചന്ദനത്തടിയിൽ. അത് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവാനെ നമ്മൾ പൂജിക്കുമ്പം അവിടെ ലക്ഷ്മി ദേവിയും ഓട്ടോമാറ്റിക്കായി വരും. അത് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുമ്പം അത് യൂസ് ചെയ്യുന്നവർക്കറിയാം. ആ ക്യാഷ് ബോക്സ് എപ്പം നമ്മൾ തുറന്നാലും, ആ ഒരു ചന്ദനത്തടി എപ്പം നമ്മൾ കയ്യിലെടുത്താലും അതിൻ്റെ ആ സ്മെല്ലെന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനായിട്ടൊരെണ്ണം വാങ്ങിച്ചു വെക്കുക. കുളി കഴിയുക, ചന്ദനം അരയ്ക്കുക, നെറ്റിയിൽ തൂക്കുക, വീട്ടിലുള്ള എല്ലാവർക്കും തൊട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ 2 കൈയിലും തേച്ചേക്കുക. ഒപ്പം തന്നെ കഴുത്തിലും അതേപോലെ തന്നെ കൈമടക്കുകളിലുമൊക്കെ തേക്കുക. അത് പൂജയ്ക്കൊന്നും എടുക്കരുതെന്നേ ഉള്ളൂ. ആ ഒരു സ്മെല്ല് നമ്മുടെ ബോഡിയിൽ നിലനിൽക്കുമ്പം ആ നറുമണമുള്ളിടത്ത് ലക്ഷ്മി ദേവി വസിക്കും. സ്ത്രീകളുടെ നെറ്റി സിന്ദൂര രേഖയിലാണ് മഹാലക്ഷ്മിയുടെ വാസം ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ വില കൂടിയ പെർഫ്യൂംസൊക്കെ മേടിച്ച് അടിക്കുന്നതിനേക്കാട്ടിലും ഈ ചന്ദന സുഗന്ധം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളിൽ ആ നറുമണം നിലനിർത്തി ലക്ഷ്മിയെ അട്രാക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ജൗവാത്, അരഗജ ഇതൊക്കെയും നമുക്ക് ലക്ഷ്മി ദേവിയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. വിയർപ്പിൻ്റെ വല്ലാത്ത ഒരു സ്മെല്ലുള്ളവരൊക്കെ ഈ രീതി ഒന്ന് ഫോളോ ചെയ്താൽ തീർച്ചയായും പതിയെ ഏകദേശം ഒരു 15 ദിവസമൊക്കെ തുടർച്ചയായി നിങ്ങളിത് ഫോളോ ചെയ്താൽ നിങ്ങൾക്കൊരു വ്യത്യാസം അനുഭവപ്പെടും. നറുമണം എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി വാസം ചെയ്യും. അതുമാത്രവുമല്ല, നമ്മൾ പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കിതിന് മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്. ചന്ദനത്തടി അരച്ച് ചന്ദനമെടുത്ത് അതിൽ പൂക്കൾ മുക്കി മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചുള്ള പൂജ വളരെ നല്ലതാണ്. നമ്മുടെ വീട്ടിലുള്ള മക്കളെ കൊണ്ട്, കുഞ്ഞു മക്കളെ കൊണ്ട് ഇത് അരച്ച് ആ ചന്ദനമെടുത്ത് നമ്മൾ പൂജ ചെയ്താൽ ആ പൂജ ഫലം കാണും 100%. കാരണം കുഞ്ഞു കുട്ടികളെന്ന് പറയുമ്പോൾ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ കള്ളത്തരമൊന്നും അറിയാത്ത മക്കളാണ്. പ്രത്യേകിച്ച് അവരുടെ മനസ്സിൽ പ്രത്യേകിച്ച് വഞ്ചനയോ ചതിയോ കാലുഷ്യമോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചന്ദനം അരയ്ക്കാൻ കൊടുത്താൽ അത് ഭഗവതിക്കാണെന്നറിയുമ്പോൾ അവർ ആ സന്തോഷത്തോടു കൂടി അരയ്ക്കും. അപ്പം അവരുടെ ആ മനസ്സ് ലക്ഷ്മി ദേവി കണ്ട് നമ്മുടെ പ്രാർത്ഥന സഫലമാക്കി തരും. അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ മക്കളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിരിക്കും. അതേപോലെയുള്ള മറ്റൊരു കാര്യം, നെല്ലിക്കായ എപ്പോഴും വീട്ടിലുള്ളത്. ഏത് വീട്ടിലാണോ എപ്പോഴും നെല്ലിക്കായുടെ സാന്നിധ്യമുള്ളത് ആ വീട്ടിൽ മഹാലക്ഷ്മി സ്ഥിരമായി വസിക്കുമെന്നാണ് പറയുന്നത്. കനകധാര പൂജയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആ സമയത്തുള്ള ആ ഒരു നെല്ലിക്ക നമ്മൾക്ക് എടുത്ത് ഉണക്കി പൊടിച്ച് ഫ്രിഡ്ജിലത് സൂക്ഷിച്ച് വെക്കാം. നെല്ലിക്ക പിക്കിളായിട്ടിടാം, തേൻ നെല്ലിക്ക ആയിട്ടിടാം, ഉണക്ക നെല്ലിക്ക ആയിട്ട് വെക്കാം. എങ്ങനെയാണെങ്കിലും നെല്ലിക്ക വീട്ടിൽ വെക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും പൂജ ചെയ്യുമ്പം ലക്ഷ്മി ദേവിക്ക് ഒരു നെല്ലിക്ക സമർപ്പിക്കുക. പക്ഷേ വെള്ളിയാഴ്ചകളിലും പൗർണമികളിലും നമ്മൾ ഒരിക്കലും നെല്ലിക്ക കഴിക്കരുത്. പൂജയ്ക്കെടുക്കാം, കഴിക്കരുത്. ബാക്കിയുള്ള എല്ലാ ദിവസവും കഴിക്കുക. എല്ലാ ദിവസവും നെല്ലിക്ക കഴിച്ചാൽ നമുക്ക് അസുഖങ്ങൾ കുറയാനും നമ്മളിൽ യൗവനം നിലനിർത്താനും അത് നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. വെള്ളി പൗർണമി ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസങ്ങളിലും നിങ്ങളൊരു പച്ചനെല്ലിക്ക കഴിച്ച് നോക്കും. പച്ചനെല്ലിക്കയ്ക്കാണ് ഏറ്റവും ഔഷധ ഗുണം കൂടുതലുള്ളത്. അപ്പം ചില സീസണിൽ നമുക്ക് പച്ചനെല്ലിക്ക കിട്ടില്ല. അപ്പം നിങ്ങൾക്ക് തേൻ നെല്ലിക്ക ആയിട്ടോ ഉണക്കിയോ പിക്കിളിട്ടിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. പക്ഷേ നെല്ലിക്കയുടെ സാന്നിധ്യവും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ വീട്ടിൽ സ്ത്രീകൾ വന്നാൽ അവരെ വെറും കൈയോടെ വിടരുത്. നമ്മുടെ കേരളത്തിൽ ആ ഒരു ആചാരമില്ല. പക്ഷേ കേരളത്തിന് പുറത്തോട്ട് എവിടെ പോയാലും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഇപ്പോൾ സന്ധ്യയ്ക്ക് ഒരു 5:30 ശേഷം ഏതൊരു വീട്ടിൽ ചെന്നാലും അവർ നമ്മളെ ഇരുത്തി മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഒരു മധുരം, അത് ചിലപ്പോൾ ഭഗവാന് വെച്ച നിവേദ്യം ഒരു ശകലം പഞ്ചസാരയായിരിക്കും, പക്ഷേ അത് തരും. ഒപ്പം തന്നെ അവർ നമ്മുടെ കാല് തൊട്ട് വന്ദിക്കും. അത് എത്ര ചെറിയ പ്രായമുള്ളവരാണെങ്കിലും അവർ കാല് തൊട്ട് വന്ദിക്കും. കുറച്ചും കൂടി ക്യാഷ് ഉള്ളവരുടെ അടുത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ അവരിങ്ങനെ എപ്പോഴും വീട്ടിൽ വളയോ ബ്ലൗസ് പീസോ മേടിച്ച് വെച്ചിരിക്കും. അപ്പോൾ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇതേപോലെ മഞ്ഞൾ കുങ്കുമം പൊട്ട് തൊട്ട് നമ്മുടെ കാലിൽ തൊട്ട് തൊഴുത് നമുക്ക് ബ്ലൗസ് പീസും അതേപോലെ തന്നെ കുപ്പിവിളയും മഞ്ഞളും ഒക്കെ തരും. അപ്പോൾ അവർ പറയുന്നത് സന്ധ്യാസമയത്ത് അവരുടെ വീട്ടിൽ ചെല്ലുന്ന സ്ത്രീകളെന്ന് പറയുന്നത് മഹാലക്ഷ്മികളാണെന്നാണ്. അത് സന്ധ്യാസമയത്തെന്നല്ല, എപ്പോൾ ചെന്നിട്ട് പോന്നാലും നമുക്കത് അവർ ചെയ്യും. പക്ഷേ സന്ധ്യാസമയത്ത് ചെല്ലുമ്പം അത് മഹാലക്ഷ്മി തന്നെയാണെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലേ നമ്മളെ കണ്ട് തിരിച്ച് വിടത്തുള്ളൂ. പക്ഷേ കേരളത്തിലൊന്നും അതില്ല. നമ്മളിപ്പം കേരളത്തിൽ ഉള്ള വീടുകളിൽ ആരെങ്കിലും വന്നിങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അവർക്ക് കൊടുക്കണം. അതിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ചോക്ലേറ്റോ എന്തെങ്കിലും ഒരു മധുരം അവർക്ക് കൊടുത്തിട്ട് അവരെ തിരിച്ച് നമ്മൾ വിടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സ്ത്രീകളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത് നമ്മുടെ ലൈഫിൽ ഒരു പാർട്ടാക്കുക. കുറച്ച് നാൾ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ഫലം മനസ്സിലാവുന്നതാണ്. പിന്നെ സ്ത്രീകളെപ്പോഴും ലക്ഷ്മിയായിട്ടിരിക്കാൻ ശ്രമിക്കുക.
ഒരുപാട് ആടയാഭരണങ്ങൾ ഇടണമെന്നോ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കണം എന്നുള്ള ഉള്ളത് വൃത്തിയായി, അതായത് നമ്മുടെ നെറ്റിത്തടവും സിന്ദൂരരേഖയും കഴുത്തും കയ്യും ഒന്നും ഒഴിച്ചിടാതെ കുപ്പിവളയാണെങ്കിലും മുത്തുമാലയാണെങ്കിലും ഒരു മുത്തിൻ്റെ കമ്മലാണെങ്കിലും വാങ്ങിച്ച് ഇട്ട് നടക്കാൻ ശ്രമിക്കണം. മുടി ചീകി കെട്ടി ഒരു പുഞ്ചിരിയോടുകൂടി എപ്പോഴും നടക്കാൻ ശ്രമിക്കുക. അതാണ് സ്ത്രീകൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം. പിന്നെ മഹാലക്ഷ്മി പൂജ. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി പൂജ, കോടീശ്വര യോഗത്തിന് സമർപ്പിക്കുന്ന വസ്തുക്കൾ, ഇവയൊക്കെ ചെയ്ത് പോകെ പോകെ നമുക്കതിൻ്റെ ഫലം കിട്ടും. ഒരുപാട് പേർക്ക് ഇതൊക്കെ ചെയ്ത് ഫലം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേരത് കമൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.